കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് തങ്കു ബ്രദർ. പലരും ഓർക്കുന്നത് ഈ പേര് എവിടുന്ന ലഭിച്ചത്. എവ്രി ഡേ ലൈഫിൽ ഒരു ജയകരമായ ജീവിതം, സാധ്യതകളില്ലാത്ത യേശു എന്ന് പറയുമ്പോൾ സാധ്യതകൾ തുറക്കുന്ന തരത്തിൽ. നമ്മുടെ മെഴുതിരി വേണ്ട, നമ്മുടെ നേർച്ചകൾ വേണ്ട, നമ്മുടെ പൈസ വേണ്ട. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവം കാണാനാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്: നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മക്കൾ അപ്പം ചോദിക്കുമ്പോൾ കല്ലെടുത്ത് കൊടുക്കുന്ന അപ്പന്മാരും അമ്മമാരും ഒരിക്കലുമില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്ന് ഓർത്തൊക്കെ കൊച്ചു വന്നിട്ട് മമ്മി എനിക്ക് മീൻ വേണം എന്ന് പറയുമ്പോൾ, ഇന്നാ പിടിച്ചോ മോനെ മീൻ എന്ന് പറഞ്ഞ് കൈക്കകത്ത് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് എന്ത് വരണം. ചെയ്യത്തില്ല ഒരിക്കലും. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? യേശു പറയാ, നിങ്ങൾ, അഥവാ ഞാനും നിങ്ങളും എല്ലാവരും, നമ്മുടെ അകത്ത് ദേഷ്യമില്ലേ? ഉണ്ട്. ചിലരെ ഇതിപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അകത്തില്ലേ? അതുപോലെ ദോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ മക്കൾ വിലപ്പെട്ടതാണെങ്കിൽ ആണ് അല്ലേ? എന്നാൽ അകത്ത് നോക്കിയാൽ മുഴുവൻ കുഴപ്പങ്ങളാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അല്ലെങ്കിൽ ദൈവം സൃഷ്ടാവ് എത്രമാത്രം അധികം നന്മ, യേശു പറഞ്ഞ വാക്ക നന്മ, നല്ല കാര്യങ്ങൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകും, അല്ലെങ്കിൽ തന്നോട് ആവശ്യപ്പെടുന്നവർക്ക് നൽകും. വിളിച്ചപേക്ഷിക്കുന്നു പറയുമ്പോൾ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ യേശു എനിക്കിത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ, ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരുമായിക്കോട്ടെ, നിങ്ങളുടെ പേര് ഏതായിക്കോട്ടെ, നിങ്ങൾ ഏത് വർഗത്തിലോ ഏത് ജാതിയിലോ മതമോ എന്താണേലും, ജീസസ് ഡസ് നോട്ട് ഹാവ് എനി ഇക്വേഷൻസ്. ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതല്ലേ വാസ്തവത്തിൽ? ഒന്ന് നോക്കിക്കേ, ഇത് സൃഷ്ടാവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്നേഹമാണ്. ആ സ്നേഹിക്കുന്ന യേശു രോഗം തരത്തില്ല. ആ സ്നേഹിക്കുന്ന യേശു കടബാധ്യത തരത്തില്ല. ആ സ്നേഹിക്കുന്ന യേശു കുടുംബത്തിൽ അസമാധാനം തരത്തില്ല. പിന്നെ ഇത് എങ്ങനെയാണ് വന്നത്? യേശു പറഞ്ഞത് കള്ളൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടൻ്റെ അധികാരം എന്നൊക്കെ പറയുന്ന, അതും ഏതോ ഒരു മതമല്ല. നോ, ഇറ്റ് ഈസ് എ ഡാർക്ക്നെസ് ഓർ ഡാർക്ക് ഫോഴ്സ്. അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും എന്ന് വെച്ചാൽ കൊല്ലാൻ വരുന്ന, ജീവിതത്തിൽ അസ്വസ്ഥ, ഈ ലോകത്തിൽ ഒന്നും അനുഭവിപ്പിക്കരുത്. അതാണ് ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ സൃഷ്ടി സകലതും ധാരാളമായി അനുഭവിക്കണം. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. എൻ്റെ ആഗ്രഹം എന്താ? ഈ മക്കൾ എന്നെക്കാളും മെച്ചപ്പെട്ടതായിത്തീരണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വാട്ട് എവർ ഐ ഹാവ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അവരനുഭവിക്കണം. അതല്ലേ എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം അതിനേക്കാളും മെച്ചപ്പെട്ടതാണ്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ഐ ടെൽ യു, ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. ദൈവത്തിന് നിങ്ങളിൽ താല്പര്യമുണ്ട്. നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും, കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യം പോലും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ രണ്ടാമത്തെ മോൻ്റെ അഡ്മിഷൻ വന്നപ്പോൾ അവന് 76% മാർക്കുണ്ട്. 76% മാർക്കുള്ളത് കൊണ്ട് അവൻ എൻ്റെ മകനാകാതിരിക്കത്തില്ല. ഹീസ് മൈ സൺ. പഠിക്കാൻ പറയും, പക്ഷേ 76 കിട്ടിയുള്ളൂ. അതിനെന്നാ ചെയ്യാൻ പറ്റും? അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു ഇന്നും. ഐ ന്യൂ, എനിക്കറിയാം അവൻ പഠിക്കേണ്ട സ്കൂളും അവൻ ഇരിക്കാൻ പോകുന്ന കസേരയും എൻ്റെ പിതാവ് റെഡിയാക്കിയിട്ടുണ്ട്. വെറുതെയാണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നത്. പല കാര്യങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഭയങ്കര വ്യാകുലപ്പെടുന്നത് പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഓർക്കും, പക്ഷേ അന്ന് വെറുതെ ടെൻഷൻ അടിച്ചത്, വെറുതെ ആയി ടെൻഷൻ അടിക്കുന്നത്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് യു. ഈ ടെൻഷൻ, പ്രയാസം, മനപ്രയാസം എല്ലാം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ ഈ സൃഷ്ടാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ മേലാതെ ഇരിക്കുമ്പോഴാണ് ഈ കോൺഫിഡൻസ് ഇല്ലാതെ ഇപ്പോൾ. ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏത് വിഷയവുമായിക്കോട്ടെ, ഞാൻ ഉറപ്പായി പറയാം, അതിനകത്തൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യാൻ യേശു പറഞ്ഞപ്പോൾ അവരുടെ മുമ്പ് ജസ്റ്റ് വൺ തിങ്, ഗിവ് ഹിം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.